പേരാണ് ഈ അപകട സ്ഥലത്ത് ആശുപത്രിയിലെയും മോർച്ചറിയിലും ഇല്ലാത്ത ആളുകൾ. അപ്പോൾ ചില ആളുകളെ കാണാനില്ല എന്ന ഒരു സംശയം വരുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ കാണാനില്ല എന്ന് പറഞ്ഞു വരുന്നുണ്ടോ? ജിമ്മി, അങ്ങനെ ഒരാൾ വന്നിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഈ അപകടം വന്ന ഭാഗത്തേക്ക് വന്നത്. പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു. ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അമ്മാവിന്റെ മകനെയാണ് കാണാത്തത്, അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് അവർ പോലീസുമായി ബന്ധപ്പെട്ടു. പോലീസിന്റെ സഹായത്തോടെ മെഡിക്കൽ കോളേജിൽ അവർ പരിശോധന നടത്തി. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ഭാഗത്തും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്നുള്ളതിൽ ചില അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് ഒരാളുടെ കാര്യമാണ്. സമാനമായ രീതിയിലാണോ മറ്റ് 7 പേരുടെ കാര്യം എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ റൂമിലേക്ക് വരുന്ന ആളുകളുടെ വിവരങ്ങൾ അവിടെ ക്രോഡീകരിക്കുന്നുണ്ട്. അങ്ങനെ ആരെയാണ് കാണാതാവുന്നത് എന്നും അതുപോലെ അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നുമുണ്ട്. അതിനുശേഷം അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാതായ ആളുടെ പേരോ മറ്റു വിവരങ്ങളോ നമുക്കുണ്ടോ? കാണാതായത് ഷിനോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ അയൽവാസിയാണ്. അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ അമ്മാവിന്റെ മകനെയാണ് കാണാതായിരിക്കുന്നത്. അദ്ദേഹമാണ് പോലീസിന്റെ സഹായത്തോടുകൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നത്. അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തിയെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ബന്ധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ റിങ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ വ്യക്തി എവിടെയുണ്ട് എന്നതിൽ അവ്യക്തത തുടരുകയുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ സഹായത്തോടെ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഒരാളെ കാണാനില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. ഇന്നലത്തെ വെടിക്കെട്ട് ദുരന്തത്തിൽ 13 മരണം, 13 പേർക്ക് ഗുരുതര പരിക്ക്. ഒരാളെ കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഒരാളെ കാണാനില്ല. 8 പേരാണ് അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ ആശുപത്രിയിലോ മോർച്ചറിയിലോ ഇല്ലാത്തതും. അതിൽ ഒരാളെ കാണാനില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. ബാക്കി 7 പേരുടെ കാര്യം തിരിച്ചറിയുന്നുണ്ട്. സമീർ, ഈ 34 എന്ന സംഖ്യയിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിൽപ്പെട്ടവരുമായി പോലീസ് നിരന്തരം ഇടപെടുന്നുണ്ട്. അതിൽ ചില ആളുകളൊക്കെ വലിയ മാനസിക ബുദ്ധിമുട്ടാണ്. ആ സ്ഫോടനത്തിന്റെ ആഘാതം, അതുപോലെ തന്നെ ആ കണ്ട കാഴ്ചയിലുള്ള ആഘാതം, ഇങ്ങനെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് 34 എന്ന നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളവരെയും അതുപോലെ തന്നെ മരിച്ചവരെയും രക്ഷപ്പെട്ടവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രാഥമിക കണക്കിലേക്ക് സംസ്ഥാന പോലീസ് എത്തിയിരിക്കുന്നത്.